അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ കൂട്ടുകാരെ, രക്ഷിതാക്കളെ, മുസ്തഫാഫി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് 10ാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത ദുറൂസുൽ ഇസ്ലാമിന്റെ 2ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. നബിയെ പറയുക, അല്ലാഹു തആലയുടെ അനുഗ്രഹം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടുമാണ് ഇത്, ആകയാൽ അതുകൊണ്ടവർ സന്തോഷിക്കട്ടെ എന്നാണ് ഇതിനർത്ഥം. ഇതിൽ പറയുന്ന വിഷയം ബിദ്അത്തുകളെ കുറിച്ചാണ്. ബിദ്അത്ത് രണ്ട് വിധാണ്. നല്ല ബിദ്അത്ത് ഉണ്ട്, ചീത്ത ബിദ്അത്ത് ഉണ്ട്. എന്താണ് നല്ല ബിദ്അത്ത്? ഖുർആന്, തിരുസുന്നത്ത്, സ്വഹാബികളുടെ അഭിപ്രായം, പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായം, ഇവയോട് എതിരാകാതെ നിർമ്മിക്കപ്പെടുന്ന നല്ല കാര്യങ്ങളാണെന്ത്? നല്ല കാര്യങ്ങൾ. ആക്ഷേപർഹമല്ലാത്തത് എന്താണ്? അതാണ് ബിദ്അത്ത്. ഖുർആന്, തിരുസുന്നത്ത്, സ്വഹാബികളുടെ അഭിപ്രായങ്ങൾ, പണ്ഡിതന്മാരുടെ ഏകോഭിപ്രായം. ഖുർആന്, തിരുസുന്നത്ത്, സ്വഹാബികളുടെ അഭിപ്രായം, പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഇവയോട് എതിരായി ഖുർആന്, തിരുസുന്നത്ത്, സ്വഹാബികളുടെ അഭിപ്രായം, പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഇവയോട് എതിരാകാതെ നിർമ്മിക്കപ്പെടുന്ന നല്ലതാണെന്ത്? നല്ല ബിദ്അത്ത്. ചീത്തയായ ബിദ്അത്ത് ഏതാണ്? ഖുർആനിനോടോ തിരുസുന്നത്തിനോടോ സ്വഹാബികളുടെ അഭിപ്രായത്തിനെയോ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിനോട് എതിരായി പുതുതായി നിർമ്മിക്കപ്പെട്ട പിഴച്ച ബിദ്അത്താണെന്ത്? ചീത്ത ബിദ്അത്ത്. അതൊരിക്കലും അംഗീകരിക്കാത്തതാണ്. ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് ഈ ബിദ്അത്ത്. നല്ല ബിദ്അത്ത് ഉദാഹരണമാണ് ഖുർആൻ ക്രോഡീകരണം, അതുപോലെ ജുമാക്ക് 2 ഭാഗം നടപ്പാക്കുക എന്നുള്ളത്. ചീത്ത ബിദ്അത്തിന് ഉദാഹരണമാണ് സ്ത്രീകൾ ജുമാ ജമാഅത്തിന് പള്ളിയിൽ പോവുക, അതുപോലെ കണക്ക് നോക്കി മാസപ്പിറവി നിശ്ചയിക്കുക എന്നുള്ളത്. എല്ലാ ബിദ്അത്തും പിഴച്ചതല്ല. ഏത് ബിദ്അത്താണ് പിഴച്ചത്? ചീത്ത ബിദ്അത്താണ് പിഴച്ചത്. അതാണ് നരകത്തിലേക്ക് എത്തിക്കുന്നത്. മുജാഹിദിന്റെയും ജമാഅത്ത് ഇസ്ലാമിന്റെയും തബ്ലീഗിന്റെ ബിദ്അത്ത് ഏതാണ്? ചീത്ത ബിദ്അത്താണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പാഠത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നമുക്ക് നോക്കാം. മൗലിദ് ഉണ്ട്, നമുക്ക് പോകാം. ഹിഷാമും റഫീഖും മദ്രസയിലേക്ക് നടന്നു. മൗലിദ് മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട സംഗതിയാണെന്ന് ചിലർ പറയുന്നുണ്ടല്ലോ. കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അത്താണെന്ന് ഹദീസിലുണ്ട്. എല്ലാ ബിദ്അത്തും നരകത്തിലേക്കാണെന്ന് അവർ പറയുന്നു. ഹിഷാം പറയുന്നു, ബിദ്അത്ത് എന്താണെന്ന് മനസ്സിലാക്കുന്നവർക്ക് വലിയ പിഴവ് പറ്റിയിരിക്കുന്നു. റഫീഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ചിട്ടില്ലാത്ത എല്ലാ പുതിയ കാര്യങ്ങളും ബിദ്അത്താണ് എന്നാണ് അവരുടെ വാദം. ഹിഷാം, ഖുർആൻ ഒരു ഗ്രന്ഥത്തിൽ ക്രോഡീകരിക്കപ്പെട്ടത് എപ്പോഴാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ അത് ക്രോഡീകരിച്ചത്? അത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്താണ് എന്ന് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഹിഷാം, അങ്ങനെ ചെയ്യണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് ആരാണെന്നറിയാമോ? ഉമർ റളിയല്ലാഹു അല്ലേ? ഹിഷാം, അതെ. ഉമർ റളിയല്ലാഹു അങ്ങനെ അഭിപ്രായപ്പെട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു നീ ചോദിച്ച് സംശയമുയർത്തി. എന്താണത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലാത്ത കാര്യം എങ്ങനെയാണ് നാം ചെയ്യുക? തീർച്ചയായും ഇത് നല്ല കാര്യമാണ് എന്നാണ് ഉമർ റളിയല്ലാഹു അതിനോട് പ്രതികരിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ലെങ്കിലും നല്ലതാണെന്ന് ശറഈൽ സ്ഥിരപ്പെട്ട ഏത് കാര്യവും നമുക്ക് കൊണ്ടുവരാമെന്ന് ഈ സംഭവം പഠിപ്പിക്കുന്നു. ഹിഷാം, എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മുടെ മസ്ജിദുകളിലൊക്കെ 2 അദാൻ വിളിക്കുന്നത് കേട്ടിട്ടില്ലേ? അത്തരം ഒരു സമ്പ്രദായം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും കാലത്തുണ്ടായിരുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് നടപ്പിലാക്കിയത്. അത് പുതിയ സമ്പ്രദായം ആയതുകൊണ്ട് നരകത്തിലേക്കാണെന്ന് പറയാമോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളല്ലേ? എന്നാലും ഒരു സംശയമുണ്ട്. ഈ മൗലിദ് സദസ്സ് സ്വഹാബികളുടെ കാലത്തില്ലല്ലോ. ഇത് നവീനവാദികളുടെ ഒരു പൊതു സ്വഭാവമാണ്. ആദ്യം ഒരു വാദം ഉന്നയിക്കും, അത് പൊളിഞ്ഞു എന്ന് കാണുമ്പോൾ മറ്റൊരു വാദത്തിലേക്ക് തന്ത്രപൂർവ്വം പ്രവേശിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലില്ലാത്തതെല്ലാം നരകത്തിലാണെന്ന് പറഞ്ഞു തുടങ്ങുന്നവർ, നാം അതിന് തെളിവ് പറയുമ്പോൾ സ്വഹാബികളുടെ കാലത്തും ഇല്ലാത്തതാണ് ബിദ്അത്ത് എന്ന് മാറ്റി പറയും. ഇനി അതേക്കുറിച്ച് പറയാം. നീ തന്നെ ചിന്തിച്ചു നോക്കൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തില്ലാത്ത എല്ലാ പുതിയ കാര്യങ്ങളും നരകത്തിലേക്കാണെന്ന് പറയാമോ? അങ്ങനെയാണെങ്കിൽ മൗലിദിന് മാത്രമല്ല മദ്രസയിലേക്ക് തന്നെ പോകാൻ പറ്റില്ലല്ലോ. കാരണം സ്വഹാബികളെ കാലത്ത് മദ്രസ തന്നെ ഇല്ലല്ലോ. സ്വഹാബികൾ ഏത് മദ്രസയിലാണ് പഠനം നടത്തിയത്? അവിടെ എത്ര ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു? എത്ര പീരീഡുകൾ? റഫീഖ്, മദ്രസ നല്ല കാര്യമല്ലേ? ഇൽമ് പഠിപ്പിക്കുകയല്ലേ? അത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതല്ലേ?
അതൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിന്റെയും കാലത്തുള്ളതല്ലേ. അതിന് ചില പുതിയ രീതികൾ വന്നു, അത്രേ ഉള്ളൂ. ഇഷാം ശരി. അതുപോലെ തന്നെയാണ് മൗലിദും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ചെയ്തതും പ്രോത്സാഹിപ്പിച്ചതുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടാൻ വേണ്ടി അവിടുന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ മസ്ജിദിൽ ഒരു സ്റ്റേജ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. മദ്ഹ് പാടിയ വകയിൽ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന് പുതപ്പ് സമ്മാനമായി നൽകിയിട്ടുണ്ട്. ഇന്ന് അതിനൊക്കെ ചില പുതിയ രൂപങ്ങൾ ഉണ്ടായി എന്നേ ഉള്ളൂ. അന്ന് തന്നെ ഉണ്ടെന്ത് മൗലിദിന്റെ അടിസ്ഥാനം. ഇന്ന് നമ്മൾ എന്ത് ചെയ്തു, വളരെ വിപുലമായി പല രീതിയിലും കഴിക്കുന്നു എന്നുള്ളതാണ്. റഫീഖ്, അപ്പോൾ ഇസ്ലാമിൽ അടിസ്ഥാനമുള്ള കാര്യങ്ങൾക്ക് പുതിയ മാതൃകകൾ ആവിഷ്കരിക്കാൻ മനസ്സിലായി. എന്നാൽ നബിദിനാഘോഷം അങ്ങനെയാണോ? അതെ, നബിയെ കൊണ്ട് സന്തോഷിക്കാൻ ഖുർആൻ യൂനുസ് 58 പറഞ്ഞതാണ്. ഖുൽ ബിഫളില്ലാഹി ബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബിയെ പറയുക, അല്ലാഹു തആലയുടെ അനുഗ്രഹം കൊണ്ടും അവന്റെ കാരുണ്യം കൊണ്ടുമാണിത്. ആകയാൽ അതുകൊണ്ടവർ സന്തോഷിക്കട്ടെ, അവർ ശേഖരിക്കുന്നതിനേക്കാൾ നല്ലതാണത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങൾ പ്രചരിക്കുക, അവദാനങ്ങൾ വാഴ്ത്തുക, നബി തങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വതക്കകൾ നൽകുക എന്നിവയൊക്കെയാണല്ലോ മൗലിദാഘോഷം ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട സംഗതികളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ ഹദീസ് എന്ന് പറഞ്ഞത് ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ് ബിദ്അത്ത്. അത്തരം പുത്തൻ കാര്യങ്ങളെല്ലാം വഴികേടും നരകത്തിലേക്കുമാണ് എന്നാണ് അർത്ഥം എന്നാണ് അതിന്റെ അർത്ഥം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ഉഹ്ദിത മിമ്മാ യുഖാലിഫു കിതാബൻ ഔ സുന്നതൻ ഔ അസറൻ ഔ ഇജ്മാഅൻ ഫഹാദിഹി ബിദ്അത്തുൽ ളലാൽ വമാ ഉഹ്ദിത മിനൽ ഖൈരി ലാ യുഖാലിഫു ശൈഅൻ മിൻ ദാലിക ഫഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമ. അതിനർത്ഥം നോക്കൂ, ഖുർആനിലോ തിരുസുന്നത്തിലോ സ്വഹാബികളുടെ അഭിപ്രായത്തിനോ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിനെതിരായി പുതുതായി നിർമ്മിക്കപ്പെടുന്നത് പിഴച്ച ബിദ്അത്താണ്. ഇയോടെതിരാകാതെ നിർമ്മിക്കപ്പെടുന്ന നല്ല കാര്യങ്ങൾ ആക്ഷേപാർഹമല്ലാത്ത ബിദ്അത്താണ്. അനർബി ഭാഷയിലെ ഖുത്ബയും കണക്ക് നോക്കി മാസപ്പിറ നിശ്ചയിക്കുന്നതും ഒക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനെതിരായി നിർമ്മിക്കപ്പെട്ട ചീത്ത ബിദ്അത്തുകൾക്ക് ഉദാഹരണമാണ്. റഫീഖ്, ഇതുവരെ പറഞ്ഞതിൽ നിന്നും പുതിയ കാര്യങ്ങളിൽ നല്ലതും ചീത്തയും ഉണ്ടെന്ന് മനസ്സിലായി. ഇഷാം, പല ഇമാമുകളുടെ പിന്നിൽ പല ജമാഅത്തുകളായി നിർവഹിക്കപ്പെട്ടിരുന്ന തറാവീഹ് നിസ്കാരം ഒരു ഇമാമിന്റെ കീഴിൽ ഒറ്റ ജമാഅത്തായി നിർവഹിക്കാൻ തുടങ്ങിയത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തായിരുന്നു. ഇത് കണ്ട് സന്തുഷ്ടനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, ഇത് നല്ല ബിദ്അത്താണ്. എല്ലാ ബിദ്അത്തും നരകത്തിലേക്കാണെങ്കിൽ നല്ല ബിദ്അത്ത് എന്നതുണ്ടാവില്ലല്ലോ. ഇനി ഇതിനെക്കുറിച്ച് ഇതിനുമായി ബന്ധപ്പെട്ട ഒരു ദുആ, അല്ലാഹുമ്മ ഹയ്യിനാ ലിൽ കിതാബി വസ്സുന്നത്തി വൽ ജമാഅ വഹ്ശുർനാ മഅൻ നബിയ്യിന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. എന്നതിന്റെ അർത്ഥം നോക്കൂ, അല്ലാഹുവേ, ഖുർആനിലും സുന്നത്ത് ജമാഅത്തിലും ഉറച്ചു നിന്നുകൊണ്ട് ജീവിപ്പിക്കണമേ. പരലോകത്ത് പ്രവാചകന്മാർ, സത്യസന്ധർ, രക്തസാക്ഷികൾ, സജ്ജനങ്ങൾ എന്നിവരോടൊപ്പം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ. കൂട്ടുകാരായി ലഭിക്കാൻ എത്രയോ ഉത്തമരാണ്. ഇതിനർത്ഥം ഇനി നമുക്ക് വർക്കൊന്ന് വായിക്കാം. ഫസ്റ്റത്തെ വർക്ക് ആക്ടിവിറ്റി, നക്തശിഫു മിനൽ ഖുർആനി വനഖ്റ. ആയത്ത് 58 സൂറത്ത് യൂനുസിൽ നിന്ന് 58-ാമത്തെ ആയത്ത് കണ്ടെത്താം. നമ്മൾ പാഠത്തിൽ തന്നെ ഉണ്ട്. ഏതാണത്? ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. അതാണ് ഈ സൂറത്തിലെ എത്രാമത്തെ ആയത്ത്? 58-ാമത്തെ ആയത്ത്. മൗലിദ് കഴിക്കാം, നബി തങ്ങളുടെ മൗലിദാഘോഷം പങ്കെടുക്കാം എന്ന് തെളിവാണ്. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി നർസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാച്ച് ദി ഫോളോവിംഗ് ആണ്. 1. ഖുർആൻ ഗ്രന്ഥത്തിൽ ക്രോഡീകരിക്കാൻ ഉപദേശിച്ചു ആര്? ലെറ്റർ സി, ഉമർ റളിയല്ലാഹു അൻഹു. 2. ജുമാക്ക് ഒരു അദാൻ കൂടി ഏർപ്പെടുത്തി. ലെറ്റർ എ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പാടാൻ സ്റ്റേജ് ലഭിച്ചു. ലെറ്റർ ഡി, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറഞ്ഞ് പുതപ്പ് സമ്മാനമായി നേടിയാര്? ലെറ്റർ ബി, കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു. ഇനി തേർഡ് ആക്ടിവിറ്റി വിശദീകരിക്കാനാണ്. 1. മദ്രസ സംവിധാനം ബിദ്അത്തല്ല. കാരണം നബി തങ്ങളെ കാലത്തില്ലാത്ത മദ്രസ സംവിധാനം എന്തല്ല? ബിദ്അത്തല്ല. എന്താ അതിന്റെ കാരണം?
മദ്രസ നല്ല കാര്യമല്ലേ? ഇൽമ് പഠിപ്പിക്കുകയല്ലേ? അത് പ്രോത്സാഹിപ്പിച്ചതല്ലേ? അത് തിരുനബിയുടെയും സ്വഹാബത്തിന്റെയും കാലത്തുള്ളതല്ലേ? അതിന് പുതിയ രീതികൾ വന്നു, അത്രയുള്ളൂ. ഇതാണ് അതിന് ഉത്തരം. ചോദ്യം 2. എന്തൊക്കെയാണ് മൗലിദാഘോഷം ഉദ്ദേശിക്കുന്നത്? തിരുനബിയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക, അപദാനങ്ങൾ വാഴ്ത്തുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം പ്രകടിപ്പിക്കുക, തിരുനബിയുടെ പേരിൽ സ്വതക്കുകൾ നൽകുക. ചോദ്യം 3. നല്ല വിദ്യാർത്ഥികൾക്ക് 4 ഉദാഹരണം. 1. ഖുർആൻ ക്രോഡീകരണം. 2. മൗലിദാഘോഷം. 3. ജുമാഅക്ക് 2 അദാൻ വിളിക്കുന്നത്. 4. ഒരു ഇമാമിന്റെ കീഴിൽ ഒറ്റ ജമാഅത്തായി നിർവഹിക്കുന്നത്. ഇനി 4ാമത്തെ ചോദ്യം. ചീത്ത വിദ്യാർത്ഥികൾക്ക് 4 ഉദാഹരണങ്ങൾ. അനറബി ഭാഷയിൽ ഖുത്ബ ഓതൽ. 2. കണക്ക് നോക്കി മാസപ്പിറവി നിശ്ചയിക്കുക. 3. സ്ത്രീകൾ ജുമാ ജമാഅത്തിനായി പള്ളിയിൽ പോവൽ. 4. തറാവി 8 റക്അത്ത് നിസ്കരിക്കൽ. ചോദ്യം 5. ബിദ്അത്തിനെ കുറിച്ച് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഖുർആനിനെയോ ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ സ്വഹാബികളുടെ അഭിപ്രായത്തിനെയോ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിനെതിരായി പുതുതായി നിർമ്മിക്കപ്പെടുന്നത് പിഴച്ച ബിദ്അത്താണ്. അവയോടെതിരാകാത്ത നിർമ്മിക്കപ്പെടുന്ന നല്ല കാര്യങ്ങൾ ആക്ഷേപാർഹമല്ലാത്ത ബിദ്അത്താണ്. ഇനി 4th ആക്ടിവിറ്റി നോക്കും. തഖ്സീസ് ഒരു അസൈൻമെന്റ് ആണ്. 1. ബിദ്അത്ത് നല്ലതും ചീത്തയും എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കുക. ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യമാണ് ബിദ്അത്ത്. അത്തരം പുത്തൻ കാര്യങ്ങളെല്ലാം വഴികേടും നരകത്തിലേക്കുമാണെന്നാണ് അതിനർത്ഥം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ഉഹ്ദിസ മിമ്മാ യുഖാലിഫു കിതാബൻ ഔ സുന്നത്തൻ ഔ അസറൻ ഔ ഇജ്മാഅൻ ഫഹാദിഹി ബിദ്അത്തുൽ ളലാൽ വമാ ഉഹ്ദിസ മിനൽ ഖൈരി ലാ യുഖാലിഫു ഷൈഅൻ മിൻ ദാലിക ഹാദിഹി മുഹ്ദസത്തുൻ ഗൈറു മദ്മൂമ. ഖുർആനിനോ സുന്നത്തിനോ സ്വഹാബികളുടെ അഭിപ്രായത്തിനോ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിനെതിരായി പുതുതായി നിർമ്മിക്കപ്പെടുന്നത് പിഴച്ച ബിദ്അത്താണ്. ഇവയോടെതിരാകാതെ നിർമ്മിക്കപ്പെടുന്ന നല്ല കാര്യങ്ങൾ ആക്ഷേപാർഹമല്ലാത്ത ബിദ്അത്താണ്. അനറബി ഭാഷയിലെ ഖുത്ബയും കണക്ക് നോക്കി മാസപ്പിറവി നിശ്ചയിക്കുന്നതുമൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിനെതിരായി നിർമ്മിക്കപ്പെട്ട ചീത്ത ബിദ്അത്തുകൾക്ക് ഉദാഹരണമാണ്. ഇതുവരെ പറഞ്ഞതിൽ നിന്നും പുതിയ കാര്യങ്ങളിൽ നല്ലതും ചീത്തയും ഉണ്ടെന്ന് മനസ്സിലായി. പല ഇമാമുകളുടെ പിന്നിൽ ജമാഅത്തായി നിർവഹിക്കപ്പെടുന്ന തറാവിഹ് നിസ്കാരം ഒരു ഇമാമിന്റെ കീഴിൽ ഒറ്റ ജമാഅത്തായി നിർവഹിക്കാൻ തുടങ്ങിയത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തായിരുന്നു. ഇതുകൊണ്ട് സന്തുഷ്ടനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, ഇത് നല്ല ബിദ്അത്താണ്. ചുരുക്കത്തിൽ ബിദ്അത്ത് 2 വിധം. 1. നല്ല ബിദ്അത്ത്. ഉദാഹരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലാത്ത ഖുർആൻ ക്രോഡീകരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു കാലത്ത് നടന്നു. 2. ചീത്ത ബിദ്അത്ത്. ഉദാഹരണം, ഖുത്ബ അറബി ഭാഷയിൽ ഓതുന്നു. ഇനി നോക്കൂ, 2ാമത്തെ വർക്ക് എന്താണ്? നബിദിനാഘോഷ വിഷയത്തിൽ ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിക്കാനാണ്. ക്ലാസ്സിൽ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാഹു നല്ലതും ചീത്തയും വേർതിരിച്ചാണ് കഴിവ് നമുക്ക് എല്ലാവർക്കും പ്രധാനം നൽകട്ടെ. അല്ലാഹു നമ്മുടെ നന്മകളൊക്കെ സ്വീകരിക്കട്ടെ, തിന്മകളൊക്കെ മായ്ച്ചു കളയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.